ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊരു മട്ടൻ കറി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ മട്ടൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ലേശം വിനാഗിരി ഇട്ട് നല്ലതുപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഞാൻ കുക്കറിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ അടച്ച് വെച്ച് ഒരു 3-4 വിസിലടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇരുമ്പേട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇട്ട് വഴറ്റി ലേശം ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ മിക്സിയിൽ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2 പച്ചമുളക് ഇവ ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ചുള്ളി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കറിക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇവയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അതും ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇട്ട് അതും ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതും ഒന്ന് ഇളക്കി നല്ലതുപോലെ അതിൻ്റെ മസാലയൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും യോജിപ്പിക്കുക. അതിനുശേഷം ഇച്ചിരി ഇറച്ചി മസാല ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക.